നമസ്കാരം. ശ്രീമുരുകനും കാവടിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. മുരുകനും കാവടിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? കാവടി എടുക്കുന്നത് വ്രതശുദ്ധിയുടെയും അതൊരു ആത്മീയ സമർപ്പണത്തിൻ്റെയും പ്രതീകമായിട്ടാണ് കാണുന്നത്. ഇതിനു പിന്നിൽ ഒരു കഥയുണ്ട്. ഒരു ഇടുമ്പൻ എന്ന് പറയുന്ന ഒരു അസുരനുമായി ബന്ധപ്പെട്ട ഒരു കഥയാണിത്. പണ്ട് ഇടുമ്പൻ രണ്ട് വലിയ കുന്ന് തോളത്തേറ്റി യാത്ര തുടർന്നു. ശിവഗിരിയെന്നും ഭക്തഗിരിയും എന്നുള്ള രണ്ട് മലകളായിരുന്നു അത് ചുമന്നു പോവുകയെ പഴനി എത്തിയപ്പോൾ അദ്ദേഹത്തിന് വിശ്രമിക്കാൻ തോന്നി. അദ്ദേഹം ഈ മലകൾ താഴെ ഇറക്കി വെച്ച് അവിടെ വിശ്രമിച്ചു. വിശ്രമം കഴിഞ്ഞ് പോകുവാൻ നേരം ഈ മലകൾ എടുത്ത് ചുമലിലേറ്റാൻ നോക്കിയപ്പോൾ ഇത് പൊങ്ങുന്നില്ല. വളരെ ശ്രമം നടത്തിയെങ്കിലും ഒരു രക്ഷയുമില്ല. അങ്ങനെ നോക്കിയപ്പോൾ ഒരു ബാലൻ ഇതിൻ്റെ നടുവേ നിൽക്കുന്നത് അദ്ദേഹം കണ്ടു. ബാലനോട് അവിടുന്ന് മാറാൻ ആവശ്യപ്പെട്ടുവെങ്കിലും ബാലൻ മാറിയില്ല. അവസാനം ബാലനുമായി യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നു. അങ്ങനെ ഇടുമ്പൻ ആ യുദ്ധത്തിൽ തോറ്റു. അത് സാക്ഷാൽ മുരുകനായിരുന്നുവെന്ന് ഇടുമ്പൻ അറിയാൻ വൈകി എന്നത് തന്നെ സാധിക്കും. അങ്ങനെ മുരുകൻ ആവശ്യപ്പെട്ടു, ഈ മലകൾ ഇവിടെ സ്ഥാപിക്കണമെന്നും ഇതെനിക്കിവിടെ പാർക്കാനുള്ള ഇടമാണെന്നും. അങ്ങനെ ഇടുമ്പൻ ആ മലകൾ അവിടെ വെച്ച് മടങ്ങേണ്ടതായി വന്നു. അങ്ങനെ ഇടുമ്പൻ ആവശ്യപ്പെട്ടത് പ്രകാരം ഭക്തജനങ്ങൾ കാവടിയുമേന്തി വരുമ്പോൾ അവരെ അനുഗ്രഹിക്കണമെന്നും ഇതിലൂടെ അർത്ഥം വയ്ക്കുന്നു. അങ്ങനെ ഇപ്പോഴും പഴനിയിൽ ഈ മലകളിലാണ് മുരുകൻ താമസിക്കുന്നത് എന്നാണ് ഐതിഹ്യം. ഭക്തജനങ്ങൾ കാവടിയുമേന്തി പോകുമ്പോൾ അവിടെ കായ് എന്നാൽ ഭാരമെന്നും വടി എന്നാൽ തണ്ടും. അതിനർത്ഥം എന്താ? ഭാരം നമ്മൾ അവിടെ മുരുകന് സമർപ്പിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഭക്തർ അവരുടെ ഉള്ളിലുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം മുരുകനെ സമർപ്പിക്കുന്നു എന്നാണ് അതിന് അർത്ഥമാക്കുന്നത്. പല തരത്തിലുള്ള കാവടികളുണ്ട്. പനിനീർ കാവടി, പാൽ കാവടി, ഭസ്മക്കാവടി, അങ്ങനെ പലതരം കാവടികൾ. ഈ കാവടികൾ എടുക്കുന്നത് വ്രതാനുഷ്ഠാനങ്ങളിലൂടെയാണ്. കഠിനമായ വ്രതങ്ങൾ എടുത്ത് മുരുകൻ അത് സമർപ്പിക്കുമ്പോൾ ആ മനുഷ്യൻ ശുദ്ധിയാകുന്നു എന്നതാണ് അതിലൂടെ അർത്ഥമാക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നമസ്കാരം.